ഏവർക്കും നമസ്കാരം. നമ്മളൊന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒരു മാങ്ങ കൊണ്ട് നമ്മളൊരു കറിമാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറിമാങ്ങയ്ക്ക് നല്ല നാട്ടുമാങ്ങ വേണം. വേറെ മാങ്ങ മൂവാണ്ടന കളിച്ചുകൊണ്ട് അങ്ങനെയുള്ള മാങ്ങ കൊള്ളുമില്ല. നല്ല നാട്ടുമാങ്ങ വേണം, നല്ല ആരുള്ള നാട്ടുമാങ്ങ വേണം ഈ കറിമാങ്ങ ഇടാനൊക്കെ ഉണ്ട്. അപ്പൊ ആ മാങ്ങ നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു, വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നുറുക്കി നമുക്ക് വെക്കാം. എന്നിട്ട് ബാക്കി അതിനകത്ത് കുറെ പറയാനുണ്ട്. ഈ മാങ്ങ നമുക്ക് നുറുക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇന്നലെ നമ്മള് കടയിലൊക്കെ പോയിപ്പോ കുറച്ച് മാങ്ങ നമുക്ക് കിട്ടിയത് അല്ലെ. നമ്മള് മാർക്കറ്റിൽ പോയപ്പോ ഇന്നലെ കണ്ടതായി നാട്ടുമാങ്ങ. മാങ്ങയ്ക്ക് നല്ല വിലയായിരുന്നു കാര്യം പറഞ്ഞാല്. 120 രൂപ വരെ വന്നു മൂവാണ്ടൻ മാങ്ങയ്ക്ക്. ഇന്നലെ നമുക്ക് അതൊരു 60 രൂപയ്ക്ക് നമുക്ക് ആ മാങ്ങ കിട്ടി. അപ്പൊ നമ്മുടെ മാങ്ങ ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ച മാങ്ങ. കറിമാങ്ങയ്ക്ക് ഇങ്ങനെ വേണം മുറുക്കാൻ. എങ്ങനെയാ ഇങ്ങനെ കൊത്തി ഇങ്ങനെ അടത്തി എടുക്കണം. ഒത്തിരി ദേശം കൂട്ടിയെടുക്കരുത്. അപ്പൊ ഈ മാങ്ങാണ്ടിക്ക് അകത്ത് ഒത്തിരി ദശ ഇരിപ്പുണ്ടല്ലോ. അത് വേണേൽ ചെത്തി കറി അല്ലെ ചക്കക്കുരു മാങ്ങയൊക്കെ വെക്കുന്നവർക്ക് വേണമെങ്കിൽ. ചക്കക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് പക്ഷെ ചക്കക്കുരു ഇല്ല. ഓ, അപ്പൊ ഇതിനൊന്നും ഇങ്ങനെ ഒത്തിരി പോകൂല അതിങ്ങനെ. മാങ്ങാണ്ടിക്ക് അത് ഇങ്ങനെ ഒത്തിരി പോയിന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ കറിമാങ്ങ അരിയുന്ന രീതി. ഇങ്ങനെ വേണേലും കൊത്തി അടത്തിയിടാം. എങ്ങനെയാ ഇങ്ങനെ കപ്പ കൊത്തണ പോലെ അല്ലെ. അപ്പൊ നമ്മുടെ മാങ്ങ മൊത്തം ഇങ്ങനെ നമ്മള് കൊത്തി ഇടുവാണ് കേട്ടത്. ഇങ്ങനെ കറിമാങ്ങയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ കൊത്തി ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ബാക്കി മാങ്ങ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനവിടെ കൂടി മാങ്ങ കുത്തിയിടാം. അത് തന്നെ കുത്തിയിടാം. അപ്പൊ കുത്തിയിട്ടതിന് ശേഷം ഇതിന് കുറെ പരിപാടികളുണ്ട് അല്ലേ അമ്മ? പിന്നെ അതിന് കുറെ ഏറെ പരിപാടിയുണ്ട്. സാധാരണ അച്ചാറിടുന്ന പോലെ അല്ല നമ്മൾ കറിമാങ്ങ ഇടുന്നത്. അപ്പൊ നമ്മൾ മാങ്ങ നുറുക്കി വെച്ചു. മാങ്ങ നുറുക്കാൻ നമ്മൾ എടുക്കുമ്പോഴാണ് ഇതിനകത്ത് ഇതുപോലെ മൂത്ത് ചെനച്ച മാങ്ങ നമ്മൾ ഇടണ്ട. അങ്ങനെ നമുക്കൊരു 3-4 മാങ്ങയുണ്ട്. അപ്പൊ നമ്മളത് മാറ്റി വെച്ചിട്ട് ബാക്കി മാങ്ങയാണ് നമ്മൾ നുറുക്കി വെച്ചത്. അപ്പൊ ഈ നുറുക്കി വെച്ചേക്കുന്ന മാങ്ങ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാതെ എങ്ങനെ ഇടുന്നതെന്നുള്ളത്. പിന്നെ നമ്മളിത് ഇടാൻ പോലെ കറിമാങ്ങ ഇന്നിപ്പോ നമ്മള് കറിമാങ്ങ ഇടുവല്ല, ഈ മാങ്ങ ഒരു വെക്കുക. അത് മാങ്ങ നമ്മളിങ്ങനെ കുറെ മാങ്ങ കുപ്പിക്കകത്ത് ചില്ലുകുപ്പിയാണിത്. അല്ലെ ഭരണിയാണല്ലോ. ഭരണിയായാലും നമ്മുടെ ഭരണി ഉണ്ടായിരുന്നു, വലിയ ഭരണി ഉണ്ടായിരുന്നു. ഞാൻ കറിമാങ്ങ പൊട്ടിപ്പോയി. നമ്മൾ ഇത്രയും മാങ്ങ അടിയിൽ ഇത്രയും മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് അതിന് മണ്ടി വിതറുക. കല്ലുപ്പ് ഇല്ലേ പൊടിയുപ്പായാലും മതി. കല്ലുപ്പ് അലിക്കാൻ എളുപ്പം. എല്ലാം എടുക്കാൻ പതുക്കെ നിന്ന് അലിക്കണം ഇത്. അപ്പൊ നമ്മൾ ആ കല്ലുപ്പ് ഇട്ടതിന്റെ മണ്ടേ കുറച്ച് മാങ്ങായും കൂടെ വാരി ഇടുവാണ്. അങ്ങനെ ഓരോ അടുക്കടുക്കാണ് മാങ്ങായും ഉപ്പ് ഇടുന്നത് നമ്മള്. അതായത് കുറച്ച് മാങ്ങ ഇടുന്നു, പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി തന്നെ നമുക്ക് ഉപ്പിടാം. ഉപ്പ് വേതറി അങ്ങനെ ഇട്ടു. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ മാങ്ങ ഇടുക. ഇനി അതിന്റെ മുകളിൽ നമ്മൾ ഉപ്പ് വേതറും. ഇനി അതിന്റെ മുകളിൽ നമ്മൾ മാങ്ങ ഇടും. അപ്പൊ അങ്ങനെ നമ്മൾ മാങ്ങയും ഉപ്പും മാറി 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 നമ്മളിങ്ങനെ ഇടാൻ പോകും അല്ലെ. ഇനി അതിന്റെ മുകളിൽ നമ്മൾ ഉപ്പിടും. അപ്പൊ ഏതാണ്ട് നമ്മുടെ മുഴുവൻ മാങ്ങ തീർന്നു. മാങ്ങ കുറവാ നമുക്ക്. കുറച്ച് മാങ്ങയുള്ളൂ അല്ലേ. 2 കിലോ മാങ്ങ നമ്മൾ വാങ്ങിച്ചുള്ളൂ. അതിൽ കുറെ മാങ്ങ 1/2 കിലോയോളം മാങ്ങ ഇവിടെ ഇരിക്കും അല്ലേ. പിടിച്ചു പോയി. മുകളിൽ നമ്മൾ മുകളിൽ ഉപ്പിടും. ഇനി വേറെ എന്തെങ്കിലും ചേർക്കണേ? ഒന്നും ചേർക്കൂല ഇനി. അപ്പൊ നമ്മളിങ്ങനെ അടുക്കടുക്കായിട്ട് ഉപ്പും മാങ്ങയും ഒക്കെ വാരിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കുവാണ്. ഒരു 3 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ ഉപ്പും മാങ്ങയും നമ്മളൊന്നും ചെയ്യത്തില്ല. ഇതിങ്ങനെ തന്നെ അങ്ങ് ഇരിക്കും. 3 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതിന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കറിമാങ്ങായ്ക്ക് നമ്മൾ അരിയല്ല കൊത്തി അടത്തുവാണ്. നമ്മൾ അടത്തി അടത്തിയാണ് അരിയരുത്. അല്ല, മാങ്ങായ്ക്ക് അത്ര മുഴുപ്പില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ കൊത്തി അടത്തിയ കറിമാങ്ങയുടെ കഷ്ണങ്ങൾ നമ്മൾ ഇട്ടിട്ട് അടുക്കടുക്കായിട്ട് ഉപ്പും ഇട്ട് 3 ദിവസമായി. കൂടുതലുണ്ടായിരുന്നു. പോയി ഇതുകൊണ്ട് കറക്റ്റ് ആണ് സംഭവം. പക്ഷെ ഉപ്പിന്റെ അംശം വന്നപ്പോഴത്തേക്ക് അത് ഇരുന്നു. മാങ്ങ ഇങ്ങനെ നല്ല നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളിത് പാത്രത്തിലോട്ട് കുടഞ്ഞിട്ടാണ് ബാക്കി ചേരുവൊക്കെ ചേർത്ത്. ഇന്നാണ് നമ്മൾ കറിമാങ്ങ ശരിക്കും ഇടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കറിമാങ്ങ ഇടുന്നതൊക്കെ അങ്ങനെ. ആ സമയത്ത് നമ്മൾ അച്ചാറൊക്കെ ഇടുവാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അച്ചാറിടുവാണ്. ഉള്ളി വെള്ളം പോലെ നമ്മൾ ഒഴിച്ചതല്ല. ഇപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അതായത് മാങ്ങയുടെ വെള്ളം ഉപ്പ് എന്നപ്പോ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഇത് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ കൈ കൊണ്ട് അങ്ങനെ തൊട്ട് കഴിക്കരുത്, കേടായി പോകും.
അപ്പൊ നമുക്കിങ്ങനെ കാണുമ്പോ കൈകൊണ്ടൊക്കെ വാരിയെടുക്കാനൊക്കെ തോന്നും കാര്യം പറഞ്ഞ, പക്ഷെ നമ്മൾ എടുത്ത് കഴിക്കരുത്. എടുത്താൽ അത് പെട്ടെന്ന് അതിൻ്റെ പൂപ്പലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും കൈകൊണ്ട് തൊടരുത്. മുളക് പൊടി ഉണ്ടല്ലോ നമ്മൾ മൂപ്പിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ബിരിയമുളക് പൊടിച്ചതാണ്, കാശ്മീരി മുളക്, അതാ ഏറ്റവും നല്ലത്. മറ്റേ നല്ല കളറായിരിക്കും. 1 സ്പൂൺ 2 സ്പൂൺ 3 സ്പൂണ് നിറച്ചെടുക്കണം കേട്ടോ. 4 സ്പൂൺ നിറച്ചെടുത്ത് അല്ലേ. നമുക്കൊന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ട്. ഇനി വെള്ളം ഒന്നും ചേർക്കണ്ട. ഇതിനകത്ത് ഇപ്പൊ ആവശ്യത്തിന് വെള്ളം ഉണ്ട് കണ്ടോ. അപ്പൊ ഇത് ഇടുമ്പോഴത്തേക്കും കറിമാങ്ങയ്ക്ക് മുളക് പൊടി മൂപ്പിക്കണ്ട, പച്ച മുളക് പൊടി അങ്ങനെ തന്നെയാണ് ഇടുന്നത്. കറിമാങ്ങ ഇടുമ്പോ അലുത്ത് പോകരുത്. കാരണം ഈ 3 ദിവസം കിടക്കുമ്പോഴത്തേക്ക് അലുത്ത് പോകണം. അങ്ങനെ പെട്ടെന്ന് അലുക്കും. ഇത് അലുക്കത്തില്ല. കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അളിപ്പ് പറ്റിപ്പോയി. അത് തന്നെ കൊറേ കൂടെ ഉണ്ടാകുന്ന ചോറൊക്കെ പുതിയ കൊണ്ടുവന്നിട്ട് പുതിയ കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല സാധനം അല്ലേ പൊതിച്ചോറിന് അല്ലേ. അപ്പൊ നമുക്ക് ശകലം മുളക് പൊടിയും കൂടി ഇടാം. മുളക് പരണ്ടിട്ടില്ല. അത് തന്നെ ഒരു കളറ് വന്നില്ല അല്ലേ. അപ്പൊ നമ്മൾ 1 സ്പൂൺ കൂടി ഇട്ടു. വീണ്ടും 1 സ്പൂൺ കൂടി ഇട്ടു. അപ്പൊ 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്ന ഉലുവയാണ്. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. കാണിച്ചമ്മ. ഇത് 1 കുഞ്ഞു സ്പൂൺ അല്ലേ. 1 സ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. പിന്നെ നമ്മള് കായം 1 സ്പൂണ് കായപ്പൊടി ഉണ്ട്. കായം ഇച്ചിരി കൂടിയെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല രുചിയാണ്. ഉലുവയും കായും ഒക്കെ അല്പം കൂടിയെന്ന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അത്രയും മതി. അതുകൊണ്ട് തന്നെ പ്രത്യേക അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഇച്ചിരിയൊക്കെ ടേസ്റ്റ്. നമ്മളിനി ഇതിനകത്ത് വിശേഷിച്ച് ചേർക്കുന്നുണ്ടല്ലോ. നമ്മള് പച്ചക്കടുകാണ്. പച്ചക്കടുക് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ആ വെയിൽ കൊണ്ട് നല്ല ഉണങ്ങി ഇരുന്നപ്പോ എടുത്തോണ്ട് വന്ന് അത് കല്ലേ വെച്ച് നമ്മളൊന്ന് പൊട്ടിച്ചപ്പോ അതിന്റെ ഉമി കുറെ അങ്ങ് പോയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉമിയുണ്ട്. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇതുകൂടെ 2 സ്പൂൺ ഇടുവാണ് പച്ചക്കടുക് ചതച്ചതായതല്ലേ. നന്നായിട്ട് വെയിലത്ത് വെച്ചു. അതിനുശേഷം ഉണക്കി എടുത്തോണ്ട് വന്നു നമ്മുടെ ആട്ടുകല്ലിൽ വെച്ച് ചതച്ചു. അരകല്ലേ വെച്ച. അത് തന്നെ അരകല്ലിൽ. സോറി, അല്ല ഇടികല്ലിലാണേലും വെച്ചാലും ഇടിഞ്ഞു പോകും അല്ലേ. മിക്സിയിലും കൊള്ളുമില്ല. ഓക്കെ. അപ്പൊ ഈ പച്ചക്കറി ഇടുന്ന എന്തിനാന്ന് ചോദിച്ചാല് ഈ മാങ്ങായ്ക്ക് പൂപ്പല് പറ്റുമില്ലെങ്കിൽ. അപ്പൊ പൂക്കാതിരിക്കാൻ വേണ്ടിട്ട് എണ്ണയൊന്നും വേണ്ട. അതിന് എണ്ണയും കടുക് പൊട്ടിക്കുക ഒന്നും വേണ്ട. നല്ല നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് തന്നെ. ഇത് നല്ല ടേസ്റ്റ് ആണ്. അരിക്കാത്ത മാങ്ങയായിരുന്നു. ഞാൻ 5-6 കിലോ മാങ്ങ. വേറൊരു കാര്യമുണ്ട്, നിങ്ങളും ഇതുപോലെ മാങ്ങ വാങ്ങിച്ചൊന്ന് ഇട്ട് വെക്കുക. സത്യം പറഞ്ഞ ഈ മാങ്ങ ഇപ്പൊ തന്നെ കഴിക്കാൻ നല്ലതാട്ടോ. ഇത് ഇപ്പൊ തന്നെ തീരാനുള്ള ഉള്ളൂ ശരിക്കും പറഞ്ഞാല്. കഞ്ഞിയൊക്കെ നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് അടിപൊളി സാധനമാണ്. പൊതിച്ചോറിനും അടിപൊളിയാണ് അല്ലെ. എല്ലാത്തിനും നല്ലതാണ്. ചോറിനും നല്ലതാണ്. ഒരു ശകലം തൊട്ട് നാക്കാൻ വെച്ചാൽ. പിന്നെ നമ്മൾ ഈ കുപ്പിയിലേക്കാണ് വേണ്ടത്. ചില്ലുകുപ്പി. എനിക്ക് മറ്റേ സാധാ ഭരണി ഉണ്ടായിരുന്നു മാങ്ങ ഇടുന്ന. ഒരു 5 കിലോയുടെ 8 കിലോയുടെ മാങ്ങ ഇടുന്ന 2 ഭരണി ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്തൊക്കെ മാങ്ങ ഇട്ട് നിറച്ച് വെക്കുമായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പൊ നമ്മൾ ആ ഭരണി പൊട്ടി വീഴുന്ന നല്ല മാങ്ങ ഇല്ലല്ലോ ഇപ്പോഴും. മാങ്ങയുടെ സീസൺ മാങ്ങ കുറവായി പ്രാവശ്യം. അപ്പൊ നമ്മൾ ഈ ചില്ലുകുപ്പിയിലാണ് ഇത് കോരിയിടുന്നത്. ചില്ലുകുപ്പിയിലിടണം. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും കൊള്ളത്തില്ല. അല്ലെങ്കിൽ സാധാ നമ്മുടെ ഭരണിയുണ്ട്, ചെറിയ ഭരണികളുണ്ട്. ആ ഭരണിയിൽ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ കെട്ടി വെക്കണം അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്കിത് എടുത്ത് ഫുള്ള് നിറച്ച് വെക്കാം. ഫുള്ള് നിറയ്ക്കാനുള്ള ഇല്ല കേട്ടോ. എയർ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നമ്മത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇടുന്നത്. വാരി ഇട്ടിട്ട് പയ്യെ ഒന്ന് തവി കൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. കുപ്പിയുടെ പകുതിക്കേ ഇടാനുള്ള. പകുതിയല്ല, കാൽഭാഗം പോലും ഇല്ല. അപ്പൊ നമ്മൾ ഇതിന്റെ മണ്ടയെ കൂടി ശകലം കടുക് ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ തൂളി ഇടുന്നുണ്ട്. ചതച്ച കടുക് അല്ലേ. പച്ചക്കടുക് ചതച്ചാൽ അതിന്റെ ഉമി കളഞ്ഞത് അത്രയും മതി. അപ്പൊ നമുക്ക് ഇതിനെ അടച്ച് നല്ല ഭദ്രമായിട്ട് വെച്ച്. അപ്പൊ നമ്മുടെ കറിമാങ്ങ അതെങ്ങനെ നമ്മൾ ഭരണിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ശകലം കടുക് തൂളിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ മാർക്കറ്റിലൊക്കെ പോകുമ്പോ നമ്മൾ നോക്കണം. മാങ്ങ എല്ലാ നാട്ടുമാങ്ങയും കൊള്ളൂല. ആരുള്ള മാങ്ങ ആയിരിക്കണം. വേണം. അല്ലെ ആരില്ലാത്ത മാങ്ങ പെട്ടെന്ന് ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് പൂളി നോക്കണം. ഒരു മാങ്ങ എടുത്ത് ഞങ്ങൾ പൂളി നോക്കിയാ മേടിച്ചത് കേട്ടോ. മേടിച്ചോണ്ട് ഇതുപോലെ കൊച്ചു നിങ്ങൾ കറിമാങ്ങ ഇട്ട് വെക്കണം. സ്കൂളൊക്കെ തുറക്കുമ്പോഴ് പിള്ളേർക്കും ജോലിക്കാർക്കും ഒക്കെ 2 മാസം ഇരുന്നാലും 2 മാസം ഇപ്പൊ നാളെ വേണേലും കൂട്ടാം. ഓൾറെഡി ഞാൻ തന്നെ ഇപ്പഴേ കൂട്ടാനായിട്ട് കുറച്ച് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ചോറുമ്പോ കഴിക്കാനായിട്ട് വാങ്ങിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അത് കൂട്ടാം. അതല്ല 2 മാസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകും. പ്രത്യേക വാസനയാണ്. എത്ര നാളിരിക്കണം അത്രയും നല്ലതാണ്. അപ്പൊ നിങ്ങളും ഇതുപോലെ മാങ്ങ മേടിച്ച് കറിമാങ്ങ ഇടണം. അപ്പൊ ഞാൻ എന്റെ കറിമാങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ലൈക്ക് കമന്റ് മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. മാർക്കറ്റിൽ പോവുക,
മാങ്ങ വാങ്ങിക്കുക, മാങ്ങ വാങ്ങിച്ചാൽ പോരാ, പുളി നോക്കണം, പുളി ആരുണ്ടോ നോക്കണം, ഉപ്പും ഇതുമായിട്ട് അടുക്കടുക്കായിട്ട് 3 ദിവസം വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് അങ്ങ് ഇട്ട് വെച്ചേക്കുക. ഒരു പാടുമില്ല, എണ്ണയും വേണ്ട, നല്ലെണ്ണയും വേണ്ട, ഒന്നും വേണ്ട. മുളക് പൊടിയും മല്ലി, പിന്നെ ഉലുവായും കടുവും കായോ മാത്രം മതി. ആ പുളിക്ക് പോവാ പറയുമ്പോ മാങ്ങയുടെ പുളി കൊണ്ട് എന്റെ പല്ലൊക്കെ പൊളിച്ചു പോയി. അപ്പൊ ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാറ്റ് കയറരുത്. തുണിയിട്ട് കെട്ടി, ഭരണിയിലാണെങ്കിൽ തുണിയിട്ട് കെട്ടി വെക്കാം. ഭരണിക്ക ഞാൻ ഭരണിക്കാതെ തുണിയിട്ട് കെട്ടുപോരുന്നത്. എല്ലാരും കൂടെ വന്ന് എന്റെ കരിമാങ്ങ മേടിച്ചോണ്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അല്ലേ? ഇന്നത്തെ എന്റെ കറിമാങ്ങ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.